നിമിത്തവും അപ്രതീക്ഷിതവും. എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് മനസ്സിലാവാതിരിക്കാനാ ഞങ്ങൾ കൂടുതലൊന്നും പറയാത്തത്. മനസ്സിലായോ? കിരൺ ചേട്ടാ, ഇതൊന്നും വേറെ ആരോടും പറയണ്ട. മനസ്സിൽ തന്നെ ഇരുന്നാ മതി. അതത്രേ ഉള്ളൂ. തനിക്ക് കട്ടൻ വേണ്ടല്ലോ അല്ലേ? വേണ്ട. ഒരുപാട് യാത്ര ചെയ്തല്ലേ, അതിന്റെ ക്ഷീണോ? നിങ്ങൾ എവിടെ പോയതാന്നാ പറഞ്ഞേ? അതിന് പറഞ്ഞില്ലല്ലോ, ഒരിക്കലും പറയേയില്ല. ഒരു കാര്യം പറയണമെന്ന് കരുതി മറന്നു. നാളെ ഞങ്ങളുടെ സ്കൂളില് ക്രിസ്മസ് ആഘോഷം നടക്കുക. കല്യാണി എന്തായാലും വരണം. മഹിമായോ? ഇല്ല, നാളെ എനിക്ക് വേറെ ചില പരിപാടികളുണ്ട്. ഞാൻ ഉണ്ടാവില്ല. ഓ, ഞാൻ വരാം. എപ്പോഴാ? രാവിലെ എത്തിയാ മതി. അല്ല, താനെങ്ങനെ പോകും? അപ്പൊ അവിടുത്തെ ജോലിക്കാരിയും അതൊക്കെ അങ്ങ് നടന്നോളൂ. ഞാൻ എന്തായാലും വരാം കിരൺ ചേട്ടാ. എന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ട് കിരൺ ചേട്ടൻ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറയാൻ അത്ര നന്ദിയില്ലാത്തവളല്ല ഞാൻ. അപ്പോ നാളെ കാണാം. മഹിക്ക് വരാൻ പറ്റില്ലെങ്കിൽ സാരമില്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അമ്മേ, മഹി. കല്യാണി, ശരി എന്നാ. അതെ, എന്തോ ഉപകാരം ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? അത് വേറൊന്നുമല്ല, തന്നോടായതുകൊണ്ട് പറയാം. താൻ ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. താൻ ധൈര്യമായിട്ട് പറഞ്ഞോ. അത് വേറൊന്നുമല്ല. എന്നാലും ചിന്നുവിന് കിരൺ ചെയ്തു കൊടുത്ത ഉപകാരം എന്തായിരിക്കും? അതൊന്നാവില്ല. നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ആ ഉപകാരം ചെയ്തു കൊടുക്കായിരുന്നു. എടാ മഹി, എനിക്കൊരു ഉപകാരം ചെയ്യും. ഇനി എന്ത് ഉപകാരം ചെയ്യാൻ? എല്ലാം അവൻ ചെയ്തു കൊടുത്തില്ലേ? നീ എന്തൊക്കെയാ പിച്ചുമ്പയും പറയുന്നേ? അല്ല, ഞാൻ ആരംഭിച്ചു. ആർക്കപ്പേ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? നിനക്കെന്താ ഭ്രാന്തായോ? ഞാൻ ചോദിച്ചത് നാളെ എനിക്കൊരു ഉപകാരം ചെയ്യുവോന്ന്. എന്താ? നാളെ ആ കിരണിന്റെയും ദുർഗയുടെയും സ്കൂൾ വരെ ഒന്ന് പോണം. അവിടെന്തോ ക്രിസ്മസ് ഫംഗ്ഷൻ നടക്കുക. ഞാൻ നിന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. ഞാൻ പോവാം. നാളെ ഞാൻ ഫ്രീ ആണല്ലോ, ഞാൻ പോക്കോളാം. അച്ഛാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. നമുക്കിപ്പോ ഒരാളോട് വളരെ ചെറിയൊരു അടുപ്പം തോന്നിയെന്ന് വെച്ചോ. ശരി. അപ്പോ അവര് മറ്റുള്ളവരോട് അടുപ്പം കാണിക്കുമ്പോ നമുക്ക് തോന്നുന്നൊരു ഫീലിംഗ് ഇല്ലേ? അതായത് അച്ഛാ, മനസ്സിലായി. അസൂയ. ഇപ്പൊ നീ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം അതാ. ഒരാളുടെ സ്നേഹം
തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വാശി പിടിക്കുന്ന അസൂയ കൂടിയ സ്വഭാവം. ഇംഗ്ലീഷിൽ പറഞ്ഞ പൊസസീവ്നെസ് എന്നൊക്കെ പറയും. ആ, ആരാ കക്ഷി? എന്ത്? ദാ, ആളാരാണെന്ന് പറയണം. അയ്യേ, എനിക്കങ്ങനെയൊന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് സംശയം ചോദിച്ചപ്പോ ഞാൻ അച്ഛനോട് ചോദിച്ചതേ ഉള്ളൂ. നിന്റെ ഏത് ഫ്രണ്ട്? അത് അച്ഛനറിയില്ല. എന്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ടാ. അവരെയൊക്കെ എനിക്കറിയാമല്ലോ. അച്ഛനറിയാൻ വഴിയില്ല. എന്റെ ജൂനിയർ ആയിരുന്നു. മോനെ മഹി, വീട്ടില് അച്ഛനും അമ്മയും ഒരു ചേട്ടനും. അച്ഛന്റെ കൂലിപ്പണിയാ. അമ്മ ഒരു വലിയ വീട്ടില് അടുക്കള പണിക്ക് നിൽക്കുക. ചേട്ടനിങ്ങനെ PSC ഒക്കെ പഠിച്ച് ജോലിക്ക് നടുക. ബാക്കിയൊക്കെ ശരി. സ്വന്തം അമ്മയെ താൻ മറ്റൊരു വീട്ടില് ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ശരിയായില്ല. 3 ആണുങ്ങളുള്ള വീടല്ലേ? എടോ, നമ്മൾ ജീവിക്കുന്ന കാലം അമ്മമാരെ കഷ്ടപ്പെടുത്താതെ നോക്കണം. ഉള്ള സമയം തന്നോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കണോന്ന് ആ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അമ്മമാരുടെ മനസ്സറിയുന്നവരായിരിക്കണം മക്കള്. താൻ ആദ്യം ആ അമ്മയോടിനി മറ്റുള്ളവരുടെ പാത്രം കഴുകാൻ പോകണ്ടെന്ന് പറയണം. എപ്പോഴും നിങ്ങളോടൊപ്പം വീട്ടിലിരിക്കാൻ പറയണം.